എന്നാ കാറ്റാണെന്നറിയോ? അന്നേരം നമ്മളെ കണ്ട ഡ്രോൺ ഉണ്ടല്ലോ, ഡ്രോൺ പറത്തുന്നുള്ള ബാറ്ററി എല്ലാം സെറ്റ് ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ. ഇവിടെ ഒരു ജനറേറ്റർ ഉപയോഗിച്ചാണ് ആ ഡ്രോണിന്റെ ബാറ്ററി എല്ലാം ചാർജ് ചെയ്യുന്നത്. നിലവിൽ 5 സെല്ലാണ് ബാറ്ററി അവിടെ ഇരിക്കുന്നത് കേട്ടോ. ഇനി വന്നേ, ഇവിടെ 5 സെല്ല് ഇരിപ്പുണ്ട്. ഓ പതി റേറ്റ് വെയിറ്റ് 10 kg. weight வந்து 10 kg. பேட்டரி வந்து 5 kg. டோட்டல் 15 kg. 50. ரேட் வந்து பாத்தீங்கன்னா 5 lakhs. ட்ரோன் மட்டும் 5 lakhs. 5 lakhs ஆ. பேட்டரி வந்து ஒரு பேட்டரி செட் வந்து 60,000. 60,000 ഒരു ബാറ്ററിക്കാ? ഒരു ബാറ്ററി. ഓ ബാറ്ററി റീപ്ലേസ് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ബാറ്ററി വെച്ചു. ആ കാണുന്ന വണ്ടിയിലുണ്ടല്ലേ, ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 6ഓളം ബാറ്ററിയുടെ കയ്യിലുണ്ട്. അതിൽ ഓരോ ബാറ്ററി ഏകദേശം 2 ട്രിപ്പ് മാത്രമേ ഇത് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. പോയി കഴിഞ്ഞാൽ ആ ബാറ്ററി റീപ്ലേസ് ചെയ്യും. ആ ബാറ്ററി ഇവിടെ കൊണ്ടുവന്ന് ചാർജ് ചെയ്യും. ചാർജ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണാൻ പോകുന്നത്. അളിയാ എന്താ ചെയ്യുന്നത്? കുത്തിപ്പൊട്ടിക്കുവാന്നോ? കുത്തിപ്പൊട്ടിക്കുവല്ല, ഞാൻ നമ്മുടെ മരിയാസിന്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമായിരുന്നു. അതെന്താണ് ഐറ്റം? ഇത് കണ്ണിന്റെ കറുപ്പ് മാറാനുള്ള ഒരു ഐറ്റമാ. മാറും. എനിക്ക് നല്ല മാറ്റമുണ്ട്. പക്ഷെ എനിക്കിപ്പോ ട്രാവലിന്റെ ഭാഗമായിട്ടേ എനിക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ ചെറിയ ഉണ്ടോ? ഇല്ല, വളരെ കുറവ്. മുമ്പത്തെ അത്രയൊന്നും ഇല്ല. മരുന്ന്. ഓക്കെ. ഇതല്ല, ഇത് ഒരുപാട് ഐറ്റങ്ങൾ അവർക്കുണ്ടല്ലേ, ഒരുപാട് പ്രൊഡക്റ്റ്. ഒരുപാട് പ്രോഡക്ട്സ് നമ്മുടെ മരിയാസിന് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ അല്ലേ, വാട്സ്ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം, വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അതല്ല ഇനി ആമസോൺ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. ഞങ്ങൾ തെങ്കാശിയിലോട്ട് പോകുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ച, അതെ, ഒരു മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് കൃഷികൾ ചെയ്യുന്ന ഒരു രീതി നമ്മൾ കാണാൻ പോകുന്നില്ലേ? കണ്ട് അത്ഭുതപ്പെടാൻ പോയല്ലേ? എന്താണെന്ന്? ഡ്രോൺ. ഒരു ഡ്രോൺ ഉപയോഗിച്ച് ഇവിടെ മരുന്നടിക്കാൻ പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പോകുന്നത്. ഒരു ഹെവി ഡ്രോൺ. എത്ര ലീഫ് ഉണ്ട് അതിന്? 1 2 3 4 5 6 ലീഫിന്റെ. ആ ബ്രോ ആയിരുന്നത് കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ മൊത്തം ചോളപ്പാടമാണ് കേട്ടോ, ചോളമാണ് ഫുള്ള് ഇട്ടേക്കുന്നത്. അന്നേരം ഈ ഡ്രോൺ പറത്താൻ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള കുഞ്ഞൻ ഡ്രോൺ അല്ലേ, ഒരു 2 കിലോയ്ക്ക് അല്ല 1.5 കിലോയ്ക്ക് അകത്തുള്ള ഡ്രോൺ അല്ലേ കണ്ടുള്ളൂ. ഇത് ഹെവി ഡ്രോൺ ആണ് കേട്ടോ, വലിയ ഡ്രോൺ ആണ്. പുല്ല് വിട്ടുന്ന വിഷയമല്ല കേട്ടോ. അതെ, അവിടെ കേറി ഉടക്കി താഴെ. ആ പോച്ച പുല്ല് മരുന്നാ? പൂച്ചക്ക് മരുന്ന്. അല്ലല്ലേ, പുഴുവില്ലടി, പുഴു. അതിനകത്തുള്ള പരാഗങ്ങളുണ്ട്, ഓരോ നമുക്ക് നശിപ്പിക്കുന്ന സാധനങ്ങളില്ലേ, അതിനെ നശിപ്പിക്കാനുള്ള മരുന്നാണെന്നാണ് പറഞ്ഞത്. എவ்வளவு നാളാச்சு? 50 നാൾ. 50. எப்போது விளைவெடுக்கும்? இன்னும் 50 நாள் ஆகும். ഇനി 50 നാളും. ஓ, இப்போ பூ வச்சிருக்கு, அப்படியே காய்க்கும். മക്കാച്ചോളമാ? മക്കാച്ചോളം എന്ന് പറഞ്ഞാൽ മണിച്ചോളം. சாப்பிடுவோம்ல பாப்கார்ன், அந்த மாதிரி இல்லையே? ஓ, ആ പോന്നേ. എന്നാ പറയോ? അയ്യോ എന്റെ കർത്താവേ, അതിങ്ങോട്ടൊന്നും വരില്ല. ആൾക്കാരുടെ യാതൊരു സഹായം ഇല്ലാതെ പോയ പോക്ക് കണ്ടോ? അണ്ണാ, അത് എപ്പടി മരുന്ന് തളിക്കും അതിനകത്ത് ആളില്ലാമ? സ്പ്രേ എപ്പടി? ഓ, അങ്ങ് പോയേട്ടോ. നീ അപ്പീല് ചവിട്ടി. അയ്യോ, മരുന്ന് അടിച്ചിട്ട് വരുന്നുണ്ടോ? അടിച്ചടിച്ച് വരുന്നുണ്ടോ?
നമ്മൾ വിചാരിക്കുന്നത് അടുത്താണ്. ഞാൻ ഒരു സൂമിൽ നിന്ന് എടുക്കുവാണ്. ഒരുപാട് ദൂരെയാണ് ആ കാഴ്ച കാണാൻ കഴിയുന്നത്. പൂച്ച ഇതുമായിട്ട് പൂച്ച എന്നവർ പറയുന്നത് ഇത് നശിപ്പിക്കുന്ന എന്ന് വെച്ചാൽ ഈ കീടങ്ങൾ വന്നേ നമ്മൾ ഈ ചെടിക്കകത്ത് വന്ന് എല്ലാം നശിപ്പിക്കും. ഇപ്പം പൂത്ത് നിൽക്കുന്ന സമയമാണ്. അന്നേരം അത് നശിപ്പിക്കുന്ന ആ കീടങ്ങളെ നശിപ്പിക്കാനുള്ള മരുന്നാണ് അതിനകത്തുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈം ആണോ ഇത്രയും വലിയ ഡ്രോൺ കേരള കൊല്ലം. ആ ഒരുപാട് ദൂരെ ഉണ്ടോ? മരുന്നടിക്കുന്നുണ്ടോ? വിനീഷ കണ്ടോ? അത് പറയുന്നുണ്ടോ? വെള്ളം. ഓ ശരി ശരി. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആ ബ്രോയാണ്. ആ ബ്രോ ദാ ഇവിടെ നിൽപ്പുണ്ട്. നമുക്ക് ജസ്റ്റ് ആ ഡ്രോൺ കൺട്രോൾ ചെയ്യുന്നത് കണ്ടു നോക്കിയാലോ? യൂട്യൂബർ. இது என்ன மிஸ்ருதம்? கெமிக்கலா? கெமிக்கல். வாங்குறதா அத நீங்க கடையில? voltage 56.5 speed 5.3. YouTube channel name New Edison Tech Travel. voltage 56.6 speed 2.5. എவ்வளவு நேரம் நான் ஸ்டாப் ஆட்டு பறக்கும்? voltage பேட்டரி வந்து 2 டேங்க் பறக்கும். 2 டேங்க் ஒரு பேட்டரி 10 நிமிஷம். ஓ 10 മിനിറ്റ് എന്നാ വന്ന് പറഞ്ഞു. 2 ടാങ്ക്. അതേ അങ്ങോട്ട് പോകും. കാരണം എന്താ പറയുക, ആ മരം നിൽക്കുന്നതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. എന്നിട്ട് അങ്ങോട്ട് മാറി അത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ചോളപ്പാടം കേട്ടോ. അതാ നമ്മൾ പോപ്കോൺ അല്ലേ, പോപ്കോൺ നമ്മൾ തിയേറ്ററിലൊക്കെ പോയിരുന്ന് കഴിക്കത്തില്ലേ, ആ പോപ്കോൺ ഉൽപ്പാദിപ്പിക്കുന്ന ചെടിയാണ് ഈ കാണുന്നത്. വരുന്നത് ഡ്രോൺ. വരുന്നേ. അയ്യോ വരുന്നേ. നമ്മളെ ഡ്രോൺ വന്നുകൊണ്ടിരിക്കുന്നത്. അയ്യോ എന്നെ കാറ്റാണെന്നറിയോ? വിനീഷ എങ്ങനെയുണ്ട്? വന്ന് ലാൻഡ് ചെയ്യുന്നുണ്ടോ? അടിപൊളി. അടുത്ത മെഡിസിൻ മരുന്ന് ഇറക്കാൻ പോകുന്ന അപ്പം കാണിച്ചിട്ടാം കേട്ടോ. ഇത് റെന്റലാ അതാ സ്വന്തമാ? റെന്റൽ ഫ്ലോട്ടാ അതോ ഉങ്ങളുടെ സ്വന്തമാ? റെന്റലാ. നമ്മളെ ഇതിനകത്തൊരു ബാറ്ററി ഉണ്ട്. ഇതാണ് ബാറ്ററി. ഇതായി കാണുന്നത്. ആ ബാറ്ററി വന്നിട്ട് 2 ട്രിപ്പ് 2 ടാങ്ക് ഇതണക്ക് ഇവിടെ വന്ന് ആ ബാറ്ററി റിമൂവ് ചെയ്യുക കേട്ടോ അവർ. അതാണ് എൻ്റെ ബാറ്ററി കേട്ടോ. 2200 mAh അല്ല 22,000 mAh കേട്ടോ ബാറ്ററി. இந்த ட்ரோனுக்கு எவ்வளோ வெயிட் இருக்கு? 5 lakhs. 5 lakhs. ப்ரைஸ் அல்ல. ஓகே தள்ளுங்க. மேலே ஏறிடுங்க. അടുത്ത വീണ്ടും പോകാൻ പോവാണേ.
ட்ரோன் ரேட் கேட்குறீங்களா? இந்த ரேட் கேட்குறீங்களா? ரேட்டு வெயிட்டு சொல்ல முடியுமா? வெயிட் வந்து 10 kg. 10 kg. வெயிட் வந்து 10 kg. பேட்டரி வந்து 5 kg. 5 kg. டோட்டல் 15 kg. 50. ரேட்டு வந்து பார்த்தீங்கன்னா 5 lakhs. ட்ரோன் மட்டும் 5 lakhs. 5 lakhs. பேட்டரி வந்து ஒரு பேட்டரி செட் வந்து 60,000. 60,000 ஒரு பேட்டரிக்கா? ஒரு பேட்டரி. ஓ 22,000 mAh பேட்டரி. 5 பேட்டரி 5 பேட்டரி இருக்குது. 5 பேட்டரி இருக்கா? ஓ டோட்டல் 7.5 lakhs வரும். 7.5 lakhs. അതവിടെ പോയി മരുന്ന് അടിക്കുക. അതവിടെ പോയി അടിക്കുക. ആ ഡ്രോണിന്റെ വില 7,50,000 ഒന്നല്ലേ പറഞ്ഞത്? 7,50,000 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 15 കിലോ ആണ് ആ ഡ്രോണിന്റെ വെയിറ്റ്. ഇപ്പോൾ ഡ്രോണിന്റെ മാത്രം വെയിറ്റ് 10 കിലോയും പിന്നെ അതുകൂടാതെ തന്നെ എൻ്റെ ബാറ്ററി ഇല്ലേ അതിനകത്തിരിക്കുന്നത് ലിഥിയം ബാറ്ററി ആയിരിക്കും. ആ ബാറ്ററിയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 5 കിലോ ആണ്. മൊത്തത്തിൽ 15 കിലോ ആണ് ഡ്രോൺ. സത്യം പറഞ്ഞാൽ എത്ര പേരുടെ ജോലിയാണ് അത് നിമിഷം 10 ലിറ്റേഴ്സ്. ഓ അതിനകത്ത് നമ്മൾ നിറയ്ക്കുന്ന മെഡിസിൻ ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ആ കീടനാശിനി അത് ചേഞ്ച് பண்ணுவேன். அதை நீங்க கேப்சர் பண்ணுங்க. ഓക്കെ. എന്താ சொன்னே? ബാറ്ററി ഇനി ചേഞ്ച് ആക്കും. അപ്പോൾ അത് ക്യാപ്ചർ ചെയ്യാം. ഓക്കെ. നമ്മൾ ഡ്രോൺ ഉണ്ടല്ലോ, ഡ്രോൺ 2 ട്രിപ്പേ ആ ഒരു ബാറ്ററി കൊണ്ട് വർക്ക് ചെയ്യത്തുള്ളൂ കേട്ടോ. രണ്ടാമത്തെ ബാറ്ററി ഇതാ വരുന്നുണ്ടോ, ആ സെല്ലിംഗ് കൊണ്ട് വരുവാണ്. ഇപ്പോൾ റീപ്ലേസ് ചെയ്യും, അത് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. പിന്നെ സ്പ്രേ ചെയ്യണമെങ്കിൽ അടുത്ത ബാറ്ററി ഫിറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത ബാറ്ററി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതെങ്ങനെ ഫിറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കാണാം. ഇപ്പം അത് തിരിച്ചു വരും. സ്പ്രേ ചെയ്തോണ്ടിരിക്കുകയല്ലേ? ഡെയിലി സ്പ്രേ பண்ணுவா? டெய்லியா? ரெண்டா? அது ரெண்டா? ரெண்டா என்ன ரெண்டு டெய்லி? புரியல. அந்த ட்ரோன் வந்து ஆமா நீங்க ஓகே. டெய்லி ஒரு நாளைக்கு 30 டேங்க் ஸ்ப்ரே பண்ணுவோம். 30 டேங்க் ஸ்ப்ரே பண்ணணும். ஓகே. டைம் அதாவது பக்கத்தில் இருந்தோன்னா உங்களுக்கு ஒரு நாளைக்கு 35 வரை போகலாம். ആ ഡ്രോൺ തിരിച്ചു വരുന്നേ. അപ്പി വെക്കല്ലേ? അപ്പി എന്നാ സ്മെല്ലാ, ഞാൻ കയറി ചവിട്ടുകയും ചെയ്യും. ഇവൻ അപ്പിയെ ചവിട്ടി. കുഴപ്പമില്ല, കാലിങ്ങനെ വാശിയാണ്. വഴിനീളയിട്ട് പോവാ. എല്ലാം ഉണ്ട്. അതാ വഴിനീളയിട്ട് പോവായിരുന്നു. ബാറ്ററി റീപ്ലേസ് ചെയ്യുന്നൊരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ബാറ്ററി റീപ്ലേസ് ചെയ്യുന്നു. അടുത്ത നമ്മൾ കീടനാശിനി അതിനകത്തോട്ട് ഫില്ല് ചെയ്യാൻ പോവുക, ടാങ്കിനകത്തോട്ട്. അത് നമ്മളെ കീടനാശിനിയാണ്, അത് അതിൽ ഫില്ല് ചെയ്യുവാണ്. ബാറ്ററി വെച്ചു, സോക്കറ്റ് ഇട്ടു. അങ്ങനെ
അടുത്ത ബാറ്ററി റീചാർജിങ് ബാറ്ററി ചാർജ് ചാർജ് ചെയ്യാൻ പോകട്ടോ. ആ കാണുന്ന വണ്ടിയിലുണ്ടല്ലേ ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 6ഓളം ബാറ്ററി വരെ കയ്യിലുണ്ട്. അതിൽ ഓരോ ബാറ്ററി ഏകദേശം 2 ട്രിപ്പ് മാത്രമേ ഇത് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. പോയി കഴിഞ്ഞാൽ ആ ബാറ്ററി റീപ്ലേസ് ചെയ്യും. ആ ബാറ്ററി ഇവിടെ കൊണ്ടുവന്ന് ചാർജ് ചെയ്യും. ചാർജ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണാൻ പോകുന്നത്. ആ ബാറ്ററി ഫുൾ ചാർജായി. അത് റീപ്ലേസ് ചെയ്തു. ഈ ജനറേറ്റർ ഉപയോഗിച്ചാണ് ഈ ബാറ്ററി ചാർജ് ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, അന്നേരം നമ്മളെ കണ്ട ഡ്രോൺ ഉണ്ടല്ലോ, ഡ്രോൺ പറത്തുന്നുള്ള ബാറ്ററി എല്ലാം സെറ്റ് ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ. ഇവിടെ ഒരു ജനറേറ്റർ ഉപയോഗിച്ചാണ് ആ ഡ്രോണിൻ്റെ ബാറ്ററി എല്ലാം ചാർജ് ചെയ്യുന്നത്. നിലവിൽ 5 സെല്ലാണ് ബാറ്ററി അവിടെ ഇരിക്കുന്നത് കേട്ടോ. ഇനി വന്നേ, ഇവിടെ 5 സെല്ല് ഇരിപ്പുണ്ട്. ഓ പതിയെ കണ്ടോ. ബാറ്ററി 5 kg. ഓക്കെ 5 സെല്ലുണ്ട്. ഒരു സെല്ല് നമ്മളെ ഈ പറഞ്ഞ ഡ്രോണിനകത്തിരിപ്പുണ്ട്. ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ടൈം എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ് അല്ല, 20 മിനിറ്റ് കൊണ്ട് ബാറ്ററി ചാർജ് ചെയ്യും. പിന്നെ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ജനറേറ്റർ ഉപയോഗിച്ചാട്ടോ. ജനറേറ്റർ ഉപയോഗിച്ച് ചാർജ് ചെയ്യും കേട്ടോ. ഒരു സമയം ഒരു ബാറ്ററി സെല്ല് ചാർജ് ചെയ്യും. ഏകദേശം ആ ഡ്രോണിൻ്റെ ഭാരം എന്ന് പറഞ്ഞാൽ 10 കിലോ ആണ്. ബാറ്ററിയുടെ ഭാരം എന്ന് വെച്ചാൽ ഈ സെല്ലുണ്ടല്ലോ, ഈ സെല്ലിൻ്റെ ഭാരം എന്ന് പറഞ്ഞാൽ 5 കിലോ ആണ്. മൊത്തത്തിൽ 15 കിലോ ആണ് ഈ ഡ്രോണും ബാറ്ററിയുടെ ഉള്ളത്. പിന്നെ അതിനകത്ത് ഉപയോഗിക്കുന്ന ലിക്വിഡ് ഉണ്ടല്ലോ എന്ന് വെച്ചാൽ കീടനാശിനി എന്ന് പറയും. ആ കീടനാശിനി 10 ലിറ്ററാണ് തളിക്കാൻ പറ്റുന്നത്. ഒരു ടൈം 10 ലിറ്റർ തളിക്കാൻ പറ്റും. 2 ട്രിപ്പേ ഒരു സെല്ലും ഉണ്ട്. പിന്നെ ഈ ഒരു ബാറ്ററി കൊണ്ട് 2 ട്രിപ്പേ നമുക്ക് ഈ കീടനാശിനി ഫുള്ള് തളിക്കാൻ പറ്റുന്നത്. അതിനുശേഷം ബാറ്ററി റീപ്ലേസ് ചെയ്ത് അടുത്ത ബാറ്ററി വെക്കും. உங்க பேர் என்ன? என் பேர் மணிகண்டன். மணிகண்டன், நம்ம ஊருக்கு நேம் என்ன சொல்லணும்? இந்த ஊர் பேர் கழுகுமலை. கழுகுமலை. இந்த தென்காசிக்கு எவ்வளோ தூரம் இருக்கு? தென்காசி வந்து 70 கிலோமீட்டர். 70 கிலோமீட்டர் இருக்கா? ஓகே. எவ்வளோ ப்ரைஸ் ஆகிருக்கு? ட்ரோன் பார்த்தீங்கன்னா ஒரு ட்ரோன் வந்து 5 lakhs ஆகுது. 5 lakhs. ஆமாம், ட்ரோன் மட்டும். பேட்டரி செட் பார்த்தீங்கன்னா ஒரு பேட்டரி வந்து 60,000 ஆகுது. 60,000. 5 பேட்டரி நாங்கள் யூஸ் பண்ணுறோம். 5 பேட்டரி. இதோட ஜென்ரேட் பார்த்தீங்கன்னா இது ஒரு 25,000 30,000 வந்துடும். அப்படிங்களா? ஆமாம். இதோட பெட்ரோல் கெப்பாசிட்டி பார்த்தீங்கன்னா 15 லிட்டர்ஸ். 15 லிட்டர். ஆமாம், பெர் டே யூஸ் பண்ணலாம். ஒரு சார்ஜிங் செய்ய இந்த பேட்டரி சார்ஜ் பண்ணுறதுக்கு 1/2 லிட்டர் பெட்ரோல் நம்ம யூஸ் ஆகுது. நமக்கு 1/2 லிட்டர் பெட்ரோல் நம்ம யூஸ் ஆகுது. எப்படி ஸ்டார்ட் பண்ணுறோம் நாங்கள் சொல்லி காட்டுறோம் உங்களுக்கு. ஓகே. செல்ஃபா? செல்ஃப். பின்னாடி சோக்கு இருக்குது. சோக்கு. கேப்சர் ஆமாம். எப்படி சார்ஜ் பண்ணுறோன்னா ஃபஸ்ட்டு நம்ம C1 C2 இருக்குது, 2 டைப் இருக்குது. C1ல் ஃபஸ்ட்டு பிளாக்ல 1 செட் பண்ணியிருக்கோம். இப்போ நம்ம ஃபாஸ்ட்டுக்கு சேஞ்ச் பண்ணியிருக்கோம். ஃபாஸ்ட்டாக ஏறணும், ஃபாஸ்ட்டு சேஞ்ச் பண்ணியிருக்கோம். லிக்விட் வந்து ஹெவி வோல்டேஜுக்கு மாற்றணும். ஹெவி வோல்டேஜ் மாறிட்டு ப்ரெஸ் பண்ணனா ஃபுல் பண்ணுறதுக்கு 20 மினிட்ஸ் ஆகும், டைம் ஆகும். ஓகே. ஹாய், ஹலோ எவ்ரிபடி. உங்கள் சேனல் பேர் என்ன? நியூ எடிசன் டெக் ட்ராவலுக்கு வந்து ஒரு சப்ஸ்கிரைப் பண்ணுங்கள், பெல் பட்டனை ப்ரெஸ் பண்ணுங்கள். ഓക്കെ, താങ്ക് യു. അവരടുത്ത ബാറ്ററി റീപ്ലേസ് ചെയ്തിട്ട് പറത്താൻ പോവാട്ടോ. അത് എത്ര പേരുടെ ജോലിയല്ലേ? അവിടെ നോക്കി അവർ എത്ര പേര് നിന്നിട്ട് അതാണ്, അവിടെ എത്ര പേര് നിന്നാണ് ആ കീടനാശിനി അവിടെ തളിക്കുന്നത്. അവിടെ കാണാൻ കഴിയും. അപ്പുറത്തുണ്ടോ? ഇതുണ്ടോ? അതാണ് ഈ ഡ്രോൺ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. ഇത്രയും പേരുടെ ജോലിയാണ് അത്. ഈ ഡ്രോൺ ഒറ്റയ്ക്ക് നിന്ന് ഈ ഏരിയ ഫുള്ള് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂർ കൊണ്ട് പണിയെല്ലാം തീരുമല്ലേ? അടുത്ത് അവർ കീടനാശിനി അത് ഫില്ല് ചെയ്യുവാണ്. ഇവർ പൂച്ചയെന്നാണ് പറയുന്നത്. ആ പൂച്ചയെ നശിപ്പിക്കാനുള്ള സംഭവം കേട്ടോ അത്. ഈ വണ്ടിക്കകത്തേ ഇവർ വെള്ളം ഉൾപ്പെടെ കൊണ്ടുവരും കേട്ടോ. ഒരു ട്രാക്ടറാണ്. ട്രാക്ടറിനകത്താണ് ഇതെല്ലാം അവർ കൊണ്ട് നടക്കുന്നതേ. ഈ ട്രാക്ടറിനകത്ത് ആ വെള്ളം ഉണ്ടോ, വെള്ളം ഇരിപ്പുണ്ട് അതിനകത്തുണ്ടോ. അപ്പുറത്തെ ടാങ്കിനകത്ത് നിന്ന് എടുക്കുന്ന കാഴ്ച കാണാൻ പറ്റും. കണ്ടോ, പോകുന്നു. ഇവിടുന്ന് വെള്ളം നമുക്ക് എടുക്കാം. നേരത്തെ അപ്പി ചവിട്ടിയായിരുന്നു. റോഡിൻ്റെ സൈഡിൽ തന്നെ ആരോ ഒന്ന് സാധിച്ചു. ഓക്കെ.
ഹായ് ഫ്രണ്ട്സ്, അന്നേരം ഞാൻ പറഞ്ഞ കാര്യം, കാരണം അവിടെ ജനറേറ്റർ ഇരിക്കുന്നതുകൊണ്ടേ നമ്മൾ പറയുന്നൊന്നും വ്യക്തമാവത്തില്ല. ഞാൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടാണ് എനിക്ക് മനസ്സിലായതേ. ആ ഡ്രോണിൻ്റെ വില എന്ന് പറഞ്ഞാൽ 7.5 ലക്ഷം രൂപയാണ് കേട്ടോ. ആ ഡ്രോണിൻ്റെ മെയിൻ എന്ന് വെച്ചാൽ ബാറ്ററി ഇല്ലാതെ ഡ്രോണിൻ്റെ വില മാത്രം 5 ലക്ഷം രൂപയും, പിന്നെ അതുകൂടാതെ തന്നെ അതിൻ്റെ ബാറ്ററിക്ക് ഒരു ബാറ്ററിക്ക് 60,000 രൂപയാണ് വില കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ 7.5 ലക്ഷം രൂപയാണ് ആ ഡ്രോണിൻ്റെ വില. പിന്നെ അതിനവിടെ ജനറേറ്റർ ഉണ്ട്, 25,000 അടുപ്പിച്ച് ജനറേറ്ററിന്റെ വിലയുണ്ട്. പിന്നെ ഒരു ട്രാക്ടർ ഉണ്ട്, അതിനകത്ത് വെള്ളമുണ്ട്. ഒരു ബാറ്ററിയുടെ വിലയാ 60,000 രൂപ. എത്ര മണിക്കൂർ പ്രവർത്തിപ്പിക്കാനാ? 20 മിനിറ്റ്. അത് 2 ട്രിപ്പ് എന്ന് വെച്ചാൽ ഒരു ടാങ്ക് എന്ന് വെച്ചാൽ അതിനകത്ത് കീടനാശിനി നിറയ്ക്കാനല്ലേ. അത് ഒരു ടാങ്ക് എന്ന് പറഞ്ഞാൽ 10 ലിറ്ററാണ്. ഈ 10 ലിറ്റർ തളിച്ചിട്ട് വന്ന് ഒന്നും കൂടെ തളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ആ ഒരു ബാറ്ററി ചാർജ് തീരും. എന്ന് വെച്ചാൽ 2 പ്രാവശ്യം നമുക്ക് ആ ഒരു ബാറ്ററി കൊണ്ട് ഫുള്ള് ഫ്ലൈ ചെയ്യിക്കാം. ഫ്ലൈ ചെയ്ത് തിരിച്ചു വരാം. കെമിക്കൽ എന്ന് വെച്ചാൽ കീടനാശിനി ഫുള്ള് അവിടെ തളിക്കാൻ പറ്റും. അത് കണക്ക് 5 ബാറ്ററി വരെ ഇരിപ്പുണ്ട്. അത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചാർജ് ചെയ്യുക, അടുത്ത തളിക്കുക, റിപ്പീറ്റ് ചെയ്യുക, ചാർജ് ചെയ്യുക, അടുത്ത തളിക്കുക. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ജനറേറ്റഡ് ലൈവിൽ തന്നെ അവർ ആ സമയം തന്നെ ബാറ്ററി ചാർജ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നുണ്ട്. അന്നേരം ഏകദേശം 7.5 ലക്ഷം രൂപ ചിലവാക്കിയാണ് ആ ഡ്രോൺ മാത്രം അവർ പറത്തുന്നത്. പിന്നെ എൻ്റെ ഒരു ബ്രോയ ഉണ്ട്. അദ്ദേഹം പിന്നെ മിണ്ടുന്നൊന്നുമില്ല, കോപ്പറേറ്റ്. പക്ഷേ അതിൻ്റെ മെയിൻ ആണുണ്ടല്ലോ, അയാൾ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തു നമ്മുടെ അടുത്ത്. നല്ലൊരു മനുഷ്യനാണ് അയാൾ. അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ വെക്കാം കേട്ടോ, കാരണം ആർക്കെങ്കിലും ആവട്ടെ. പിന്നെ എത്ര പേരുടെ ജോലിയാണ് നിസ്സാര സമയം കൊണ്ട് അവർ തീർക്കുന്നത് കണ്ടോ. തൊട്ടപ്പുറത്ത് ഒരു പാടമുണ്ട്, ആ പാടത്തില് ആൾക്കാർ നിന്നാ ഇത് ചെയ്യുന്നല്ലേ. അതെ. അത് ഒരു 3-4-5 പേര് നിരന്നിരുന്ന് അത് ഒരുപാട് സമയം എടുത്ത് പമ്പ് ചെയ്തിട്ടാണ് അവർ ആ കീടനാശിനി തളിക്കുന്നത്. ഈ ഡ്രോൺ കൊണ്ടുവന്ന നിസ്സാര സമയം എന്ന് വെച്ചാൽ ഏകദേശം എനിക്കൊന്നൊരു 10-20-25 ഏക്കർ കാണും. ആ 20-25 ഏക്കറൊക്കെ അവര് ചിലപ്പോ ഒരു ദിവസത്തിനകത്ത് ഒരു 10 എല്ലാ ദിവസവും ചെയ്യുമെന്നാ പറഞ്ഞത്. കീടനാശിനി എല്ലാ ദിവസവും അടിച്ചെടുത്ത് പിന്നെ അടിക്കത്തില്ല അവര്. അവർക്ക് അത് കമ്മ്യൂണിക്കേഷൻ പ്രശ്നം. മെയിനായിട്ട് ജനറേറ്ററിൽ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി. ഞങ്ങൾക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്, കാരണം ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്. നമ്മൾ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഓൾ തമിഴ്നാട് യാത്ര ഞങ്ങളിപ്പം തെങ്കാശിയിൽ എത്തിയിരിക്കുകയാണ്. തെങ്കാശിക്ക് ഏകദേശം 40 കിലോമീറ്ററോ 40-45 കിലോമീറ്റർ കൂടെ ഉള്ളു. ആ പോകുന്ന വഴി കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. 90 കിലോമീറ്റർ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ബിരുദനഗറിൽ നിന്ന് ഞങ്ങൾ വരുന്നത്. ഓക്കെ, ബൈ.